ജില്ലാ സെക്രട്ടറിയുടെ തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടി ജില്ലാ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണ്. പാർട്ടിയുടെ ഭരണഘടന അനുസരിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ ജില്ലാ കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കപ്പെടേണ്ടത്. പാർട്ടിയുടെ സംഘടനാ തത്വങ്ങൾ പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ സഹായത്തോടുകൂടി സഖാവ് വി ജോയിയെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ആ വിവരം നേരത്തെ തന്നെ പരസ്യപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വീണ്ടും കൂടി ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയതാണ്. ഇന്ന് യോഗങ്ങളിലൊക്കെ പങ്കെടുത്തില്ല എന്നൊക്കെ തരത്തിലായിരുന്നു വിവരങ്ങൾ. ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അത് വ്യക്തിപരമായ ചില കാരണങ്ങളാൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അസുഖമൊന്നുമില്ല, 100% ആരോഗ്യവാനാണ്. ചെറിയ അസുഖമില്ല. എങ്ങനെ നമ്മൾ ഈ മൈക്കിൽ കൂടെ പറയണ്ട, വലിയ അസുഖമില്ല പറഞ്ഞുകൊണ്ട് കാര്യമൊന്നും ഒരു അതൃപ്തിയില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. എന്റെ പിന്നെ പാർട്ടി ഭാരവാഹികൾ നിശ്ചയിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണഘടനയുണ്ട്, ജനാധിപത്യമുണ്ട്, ഉൾപാർട്ടി ജനാധിപത്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് ഒരു സെക്രട്ടറി എടുക്കുന്നത്. പ്രത്യേകിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി എടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പൂർണ്ണമായി പാലിച്ചുകൊണ്ടാണ് എടുക്കുന്നത്. അഭിപ്രായം ഉണ്ടെങ്കിൽ ആർക്കും വേണോ പറയാൻ ചെയ്യാം. അല്ലാതെ അടിച്ചമർത്തി ഇന്ന കോൺഗ്രസും BJPക്കാരും ചെയ്യുന്ന പോലെ ഡൽഹിയിൽ നിന്ന് തീരുമാനിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് പേപ്പറിൽ പത്രക്കാർ മുമ്പ് വായിച്ചല്ല ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറിയും പ്രസിഡന്റിനെയും ഒക്കെ തെരഞ്ഞെടുക്കുന്നത്. അതിനൊരു നടപടിക്രമം ഞാൻ പറഞ്ഞുകൊള്ള നടപടിക്രമമുണ്ട്. ആ നടപടിക്രമങ്ങൾ പരിപൂർണമായി പാലിച്ചുകൊണ്ടാണ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഒറ്റക്കെട്ടായി എങ്ങനെയാണോ ജോയി പിന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ആദ്യം ഏറ്റെടുത്തത്, അതേ രീതിയിൽ തന്നെ ജോയിയുടെ പ്രവർത്തനങ്ങൾ, ജോയിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടായി ഒറ്റക്കെട്ടായി എന്നുകൊണ്ട് ഈ ഞങ്ങൾക്കിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലുണ്ടായ ഒരു പുറകോട്ടടിയുണ്ട്, കോർപ്പറേഷനിലുണ്ടായിട്ടുള്ള ഒരു പരാജയമുണ്ട്. അതെല്ലാം മറികടക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. ഉൾപാർട്ടി ചർച്ചകളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും സ്വാഭാവികമാണ്. പക്ഷേ ഈ ജോയി ഇപ്പോൾ ഈ സ്ഥാനത്ത് ആപ്റ്റാണ് എന്നുള്ള നിലപാട് തന്നെ തീർച്ചയായിട്ടും ജോയി അല്ലാതെ ചിന്തിക്കേണ്ട കാര്യം എന്താണ് ജോയി സംബന്ധിച്ചിടത്തോളം. ജോയി ഇവിടെ പിന്നെ ഏതാണ്ട് ഒരു വർഷമല്ലേ ജോയി ഇപ്പം സെക്രട്ടറി ആയി ഇരുന്നതിന് ശേഷമല്ലേ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വേണ്ടി പോയത്. ആ ഒരു വർഷക്കാലം നടന്നിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും 100% വിജയമായിരുന്നല്ലോ. അതൊക്കെ ചിലപ്പോൾ ചില പ്രത്യേക സാഹചര്യത്തിൽ അത് വേണ്ടി വരും. അതിന് പിന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് അനുവാദം കൊടുക്കാനുള്ള അധികാരമുണ്ട്. ഇല്ല പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിച്ചിട്ട് നിൽക്കുന്ന ആളാണല്ലോ. ഇനിയിപ്പോൾ ഒരു ജില്ലാ സെക്രട്ടറിയുടെ സ്ഥാനവും കൂടെ വഹിക്കേണ്ട കാര്യം ഇല്ലല്ലോ. ഞാൻ പിന്നെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായിരുന്നു, 2-3 പ്രാവശ്യം MLA ആയിരുന്നു, മന്ത്രിയായി, പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പറായി. ഇതിന് ഏറ്റവും പാർട്ടി നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളാണല്ലോ. ഇല്ല, അത് ഞാൻ നേരത്തെ നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞല്ലോ. അത്തരം ഒരു കാര്യവും അതിനകത്തില്ല. ഞാൻ ജില്ലാ സെക്രട്ടറിയായി തുടരുകയായിരുന്നല്ലോ. അപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി പോയതാണല്ലോ. അപ്പോൾ ചുമതല കൊടുക്കുകയാണ്, റഹീമിന് ചുമതല കൊടുക്കുകയാണ് ചെയ്തത്. അത്രയും